ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സെക്ഷനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും കൂടെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് റിവിഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡാഷ് മേ അപ്പോയിൻ്റ് എ പേഴ്സൺ ടു ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം ഡാഷ് മേ അപ്പോയിൻ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഉത്തരം ഏതാണ്? ഗവൺമെൻറ്. രണ്ടാമത്തത്, ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഈ സ്റ്റേറ്റഡ് ഇൻ ഡാഷ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഇതിനകത്താണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2. ഒബ്ജക്റ്റീവ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീൽസ് ഇൻ സെക്ഷൻ 4. അന്നേരം ഒബ്ജക്റ്റീവ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്രല്ല പറയുന്നത്? സെക്ഷൻ 4. അടുത്തത്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. 3 കോപ്പീസ്. അന്നേരം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി അക്കമ്പനീഡ് ബൈ 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ എത്ര കോപ്പിയാണ് കൊടുക്കേണ്ടത്? 3 കോപ്പിയാണ് കൊടുക്കേണ്ടത്. ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി വേർ ആൾ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ് the number of applicants shall not be dash each from different family less than 25. അടുത്തത്, രജിസ്ട്രാർ may register a society and its bylaw within a period of dash days from the date of receipt of application, 19 days. The registrar may register a society and its bylaw within a period of 19 days from the date of receipt of application. ആപ്ലിക്കേഷൻ കിട്ടിയാൽ 19 ഡേയ്സിനകത്ത് അത് തീർപ്പാക്കണം രജിസ്ട്രേഷൻ്റെ. അടുത്തത്, വേർ ദ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി ഹീ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺ വിത്തിൻ ഡാഷ് ഡേയ്സ്, 7 days. അപ്പോൾ രജിസ്ട്രേഷൻ നിരസിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം അത് ചീഫ് പ്രൊമോട്ടറെ അറിയിക്കണമെന്ന് വെച്ചാൽ 7 ദിവസത്തിനകം. വേർ ദ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി ഹീ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺ വിത്തിൻ 7 days. അടുത്തത്, ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കയർ സൊസൈറ്റീസ്? ഡയറക്ടർ കയർ. അപ്പം രജിസ്ട്രാർ കയർ സൊസൈറ്റിയുടെ ആരാണ്? ഡയറക്ടർ കയറാണ്. അടുത്തത്, അപ്പീൽ ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ ഡാഷ് ഡേയ്സ്, 60 days. അപ്പീൽ ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ ഡാഷ് ഡേയ്സ്, 16 days. അടുത്തത്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ ഡാഷ് 1. അന്നേരം ആപ്ലിക്കേഷൻ ഫോം നമ്പർ എന്തോ ആദ്യം നടക്കുന്നില്ലേ രജിസ്ട്രേഷൻ, അന്നേരം അതും ഓർത്ത് വെച്ചാൽ മതി. 1. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിനകത്താണ്? ഫോം നമ്പർ 3ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ 3A. അടുത്തത്, അഫിലിയേഷൻ ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഡീൽസ് ഇൻ സെക്ഷൻ 8A. അഫിലിയേഷൻ ഓഫ് അപ്പെക്സ് സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്യുന്ന ഫോം നമ്പർ എത്രയാണ്? സെക്ഷൻ എത്രയാണ്? 8A പ്രകാരമാണ്. അടുത്തത്, ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഈസ് ഗിവൺ ബൈ എ പ്രൈമറി to central society and a central society to apex society shall be taken a decision within dash days, 60 days. അപ്പം 60 days ആണ്. അന്നേരം എന്തോ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഈസ് ഗിവൺ ബൈ എ പ്രൈമറി ടു സെൻട്രൽ സൊസൈറ്റി ആൻഡ് എ സെൻട്രൽ സൊസൈറ്റി ടു അപ്പെക്സ് സൊസൈറ്റി ഷാൽ ബി ടേക്കൺ എ ഡിസിഷൻ വിത്തിൻ 16 days. 60 ദിവസത്തിനകമാണ് അഫിലിയേഷൻ്റെ തീരുമാനം എടുക്കേണ്ടത് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അടുത്തത്, വെൻ ആൻ അപ്പെക്സ് ഓഫ് സെൻട്രൽ സൊസൈറ്റി റിജക്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻസ് ദ സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ഡാഷ് വിത്തിൻ 13 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിജക്ഷൻ രജിസ്ട്രാർ. അപ്പം എന്തുവാണ്? വെൻ ആൻ അപ്പെക്സ് ഓഫ് സെൻട്രൽ സൊസൈറ്റി റിജക്റ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ദ സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ രജിസ്ട്രാർ വിത്തിൻ 13 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിജക്ഷൻ. അപ്പം 30 ദിവസത്തിനകം എന്തോ കൊടുക്കാം നമുക്ക്. അപ്പെക്സ് സൊസൈറ്റിയൊക്കെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാറിന് 30 ദിവസത്തിനകം നമുക്ക് എന്തോ കൊടുക്കാം? അപ്പീൽ കൊടുക്കാം. അടുത്തത്, ദ രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ദ അപ്പീൽ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ, 60. അന്നേരം 16 days. അന്നേരം രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ്, അന്നേരം ആ ആപ്ലിക്കേഷൻ രജിസ്ട്രാർ എത്ര ദിവസത്തിനകം ഡിസ്പോസ് ചെയ്യണം? 60 ദിവസത്തിനകം അവർ ഡിസ്പോസ് ചെയ്യണം. അന്നേരം രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ദ അപ്പീൽ വിത്തിൻ 16 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ. അപ്പീൽ കിട്ടിയ 60 ദിവസത്തിനകം രജിസ്ട്രാർ അത് തീർപ്പാക്കണം. അടുത്തത്, ദ രജിസ്ട്രാർ ഷാൾ ബിഫോർ രജിസ്റ്ററിങ് ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈല
consult dash if the bylaws to be amended are that of an apex society or a central society. എന്തോ ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ രജിസ്ട്രാർ ഷാൾ ബിഫോർ രജിസ്റ്ററിങ് ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈല കൺസൾട്ട് ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. കൺസൾട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇഫ് ദ ബൈലാസ് ടു ബി അമെൻഡഡ് ആർ ദാറ്റ് ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. Where the registrar refuses to register an amendment of bylaws of a society, he shall communicate the order within 7 days. എത്ര ദിവസത്തിനകമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അമെൻമെൻറ്റ് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിനകം എന്തുവാ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ അറിയിക്കണം. അപ്പോൾ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി, ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ വിത്തിൻ 7 days. അടുത്തത് ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദറ്റ് രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഡേയ്സ് 19 days. അന്നേരം എന്തുവാ? ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈലാസ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 19 days. അത് തീർപ്പ് കൽപ്പിക്കേണ്ട എത്ര ദിവസത്തിനകമാണ്? 19 daysനകത്താണ്. അമെൻമെൻറ്റ് ഓഫ് ബൈലായും ഈ രജിസ്ട്രേഷൻ്റെ കണക്കാണ് 90 daysനകത്താണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. അടുത്തത് ദ രജിസ്ട്രാർ ക്യാൻ ആൾട്ടറിങ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 12(5) ഡിലീറ്റഡ് ഫ്രം ദ KCS ആക്ട് 2013. അടുത്തത് ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി ഷാൽ came into force on the day on which it is registered as per section 13. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി ഷാൽ came into force on the day on which it is registered as per ഏതനുസരിച്ചാണ്? സെക്ഷൻ 13 അനുസരിച്ചാണ്. The order of refusal of the registration of a society send to ആർക്കാണ് അയക്കുന്നത്? റിഫ്യൂസൽ ചീഫ് പ്രൊമോട്ടർക്കാണ് അയക്കുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നില്ല. എ സൊസൈറ്റി ഹാവിങ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഫങ്ഷൻസ് ഓ ദ സൊസൈറ്റി ഈസ് കാൾഡ് കോമ്പോസിറ്റ് സൊസൈറ്റി. അന്നേരം ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും നടത്തുന്ന സൊസൈറ്റി എങ്ങനെ അറിയപ്പെടുന്നത്? കോമ്പോസിറ്റ് സൊസൈറ്റി. ഇറ്റ് ഷാൽ ബി കോമ്പീറ്റൻറ്റ് ടു ദ ഡാഷ് ടു ഫ്രെയിം ബൈലാസ് ഓഫ് for each class or classes of society and it suggest modifications there to form time to time. ഏതാണ്? രജിസ്ട്രാർ. അപ്പം ഇറ്റ് ഷാൽ ബി കോമ്പിറ്റൻറ്റ് ടു ദ രജിസ്ട്രാർ ടു ഫ്രെയിം ബൈലാസ് ഓഫ് ഈച്ച് ക്ലാസസ് or class or classes of society and it suggest modifications there to form ടൈം ടു ടൈം. അന്നേരം രജിസ്ട്രാർ എന്തുവാ? സമയാസമയങ്ങളിൽ ഏതെല്ലാം മോഡിഫിക്കേഷൻസ് നടത്തും. അടുത്തത് എവരി സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് 6 months. അന്നേരം എവരി സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് എത്ര മാസത്തിനകമാണ്? 6 months. ദ ഡാഷ് മേ ഗീവ് ഫർദർ എക്സ്റ്റൻഷൻ നോട്ട് എക്സീഡിങ് 6 months ഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. രജിസ്ട്രാർ അത്രയും സമയത്തിനകത്ത് 6 മാസത്തിനകത്ത് നടത്തിയില്ലേ രജിസ്ട്രാർ വീണ്ടും അത്രയും സമയം കൂടെ കൊടുക്കും. അടുത്തത് വിത്തിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടർ ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി 3 months. അന്നേരം വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടർ ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി. അടുത്തത് വേർ ദ ചീഫ് പ്രൊമോട്ടർ ഫെയിൽസ് ടു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് it shall be convened by any person authorized in that behalf by registrar. അപ്പം ചീഫ് പ്രൊമോട്ടർ പരാജയപ്പെട്ടാൽ അത് രജിസ്ട്രാർ തീരുമാനിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്തോ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കാൻ പറ്റും. അന്നേരം where the chief promoter fails to convene the first general body meeting it shall be convened by any person authorized in that behalf by registrar. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്? എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി. വേറെ ഒത്തിരി സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, പാസിംഗ് ഓഫ് ബഡ്ജറ്റ്, എന്നിട്ട് എലക്ഷൻ ഓഫ് എ പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി.
നൺ ഓഫ് ദീസ്. അതിനകത്ത് ഉത്തരം ഏതാണെന്ന് വെച്ചാൽ എലക്ഷൻ ഓഫ് എ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, ആ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ദ ബിസിനസ് ഓഫ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഫസ്റ്റ് ജനറൽ ബോഡി നടക്കാത്ത കാര്യമാണെന്ന്. എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി. എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി. അടുത്തത്, എവരി പ്രൊപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ടു ദ ബൈലാസ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഓൺലി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്. അപ്പം എവരി പ്രൊപ്പോസൽ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലാസ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഓൺലി ബൈ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്. എത്ര മെജോറിറ്റിയാണ് വേണ്ടത്? 2/3 മെജോറിറ്റി. അടുത്തത്, എവരി ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ദ രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഷാൾ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. സെക്രട്ടറിയും 2 മെമ്പേഴ്സും എന്തോതിൽ ഒപ്പിടണം? അമെൻമെൻറ്റ് ഓഫ് ബൈലായുടെ ആപ്ലിക്കേഷനകത്ത് ഒപ്പിടണം. എവരി ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ദ രജിസ്ട്രാർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഷാൾ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. The order to be issued under subsection 5 of the section 12 with the opportunity to aimed the area of the society in form number dash 4, 8 എന്നിട്ട് 6 none of these. അപ്പം ഇതിനകത്ത് ഉത്തരം ഏതോ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, നൺ ഓഫ് ദീസ്. അന്നേരം ദ ഓർഡർ ടു ബി ഇഷ്യൂഡ് അണ്ടർ സബ്സെക്ഷൻ 5 ഓഫ് ദ സെക്ഷൻ 12 വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു അമെൻഡ് ദ ഏരിയ ഓഫ് ദ സൊസൈറ്റി ഇൻ ഫോം നമ്പർ ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അന്നേരം ഉത്തരവായിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നൺ ഓഫ് ദീസ്. അടുത്തത്, compulsory amendment of bylaw by registrar and send the amendment of bylaws to the society in form number. ഓപ്ഷൻ പറയാം, എ 5, ബി 9, സി 7, ഡി നൺ ഓഫ് ദീസ്. അവിടെ ഉത്തരം വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നൺ ഓഫ് ദീസ് ആണ് വരുന്നത്. അടുത്തത്, for change of liability the amendment has been approved by a resolution passed by a 2/3 majority of the members at a meeting of general body specially called for the purpose, which at least dash days notice given to the members. ഓപ്ഷൻ പറയാം, 5, ബി 7, സി 15, ഡി 13. അപ്പോൾ ഉത്തരം എത്ര വരുന്നത്? 15 days ആണ്. അപ്പം ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ ചേഞ്ച് ഓഫ് ലയബിലിറ്റി ദ അമെൻമെൻറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് അറ്റ് എ മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി സ്പെഷ്യലി കാൾഡ് ഫോർ ദ പർപ്പസ്, വിച്ച് അറ്റ് ലീസ്റ്റ് 15 days നോട്ടീസ് ഗിവൺ ടു ദ മെമ്പേഴ്സ്. അന്നേരം 15 ദിവസം മുമ്പുള്ള നോട്ടീസ് കൊടുക്കണം. 15 days ക്ലിയർ ഡേയ്സ് ആയിരിക്കും. 15 days നോട്ടീസ് ഗിവൺ ടു ദ മെമ്പേഴ്സ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഓപ്ഷൻ വായിക്കാം, എ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി, സി ഓയിൽ ക്രഷിംഗ് സൊസൈറ്റീസ്. അടുത്തത്, ടപ്യോക്ക പ്രോസസ്സിംഗ് യൂണിറ്റ്. അടുത്തത്, കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ അതാണ് ഉത്തരം. അന്നേരം ഡി ആണ് ഉത്തരം, കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി പ്രോസസ്സിംഗ് സൊസൈറ്റി. കേര കർഷക സഹകരണ ഫെഡറേഷൻ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ ടെക്സ്ഫെഡ്, ബി കാപ്പെക്സ്, സി സെറിഫെഡ്, ഡി മിൽമ. ഉത്തരം ഏതാണെന്ന് വെച്ചാൽ ഡി മിൽമ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പെക്സ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. ഓപ്ഷൻ വായിക്കാം, ഹാൻഡെക്സ്, ബി കയർഫെഡ്, സി മത്സ്യഫെഡ്, ഡി കാപ്പെക്സ്. അന്നേരം ഉത്തരം ഏതാണ്? കാപ്പെക്സ് ആണ് ഉത്തരം. അന്നേരം വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പെക്സ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. കാപ്പെക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെയ്ഡ്കോ ആൻഡ് റെപ്കോ ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് സൊസൈറ്റി. ഓപ്ഷൻ വായിക്കാം,
പ്രൊഡ്യൂസേഴ്സ്, അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതും റബ്കോയും റെയ്ഡ്കോയും എന്തുവാ? ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് റെയ്ഡ്കോയും റബ്കോയും. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയെങ്കിൽ എനിക്കും എളുപ്പമായിരുന്നു, എഴുതണ്ടല്ലോ അത്രയും നേരം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.